നമസ്കാരം. ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 7ൽ ബേസിക് സയൻസ് സെക്കൻഡ് പാർട്ടിൽ വരുന്ന രക്തപരിണ വ്യവസ്ഥ കഴിഞ്ഞു. അതിലെ ബാക്കി ഭാഗം വിസർജന വ്യവസ്ഥയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കേരള PSC എക്സാമിനുകൾക്കൊക്കെ എപ്പോഴും 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് LGS എക്സാം അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസിലൊക്കെ കാണാറുണ്ട്. നമുക്കതിലേക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കാം അല്ലേ. വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി വ്യവസ്ഥ എന്ന് പറയുന്ന വിസർജന വ്യവസ്ഥ, ദഹനം, രക്തപരിണം, ശ്വസനം എന്നീ ജീവപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ദഹനത്തിനെക്കുറിച്ച് പഠിക്കാം, രക്തപരിണ വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞു, ശ്വസനം കഴിഞ്ഞു. ഇനി എന്താണ് വിസർജന വ്യവസ്ഥ നോക്കാം. വിസർജനം, അതായത് നമ്മുടെ ജീവപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ന് വിസർജനം. ജീവപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ തുടങ്ങിയവ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തവയെല്ലാം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണെന്ന് വിസർജനമെന്ന് പറയുന്നത്. ഇനി അതിന് സഹായിക്കുന്ന ആരെന്ന് നോക്കാം. വൃക്കകൾ അല്ല കിഡ്നിയാണെന്ന് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യരീരത്തിലെ അരിപ്പകളെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്ക. എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ ചോദ്യം. പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്കകളാണ്. ഇനി വൃക്കയുടെ അരിക്കിലും പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൻ്റെ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുക. ഈ ഭാഗത്ത് രണ്ട് അല്ലേ, ഇതും. ഇനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നതിന് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ നിന്ന് അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിന്നും നിലനിർത്തുന്നതിന് വൃക്ക പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് നമ്മൾ ഈ ഒന്ന് വൃക്കയിലേക്ക് വരുന്ന വൃക്കാധമനിയുണ്ട്, വൃക്കാസിരയുണ്ട് അല്ലേ. വൃക്കാധമനിയും വൃക്കാസിരയും ഉണ്ട്. ഇത് രണ്ട് ഭാഗമുണ്ട്, രണ്ടെണ്ണമുണ്ട്. നട്ടൽ ഇരുവശത്തുമായിട്ട് രണ്ടെണ്ണമാണ് കാണപ്പെടുക. അപ്പോൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആരാണ്? വൃക്കാധമനിയാണ് അല്ലേ. ഇനി വൃക്കാധമനിയുടെ എന്തൊക്കെയാണ് വരിക? നമ്മുടെ കഴിച്ചിട്ട് വരുന്ന ആ സാധനങ്ങളുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ വൃക്കാധമനി വഴി രക്തത്തിൽ എന്തൊക്കെ കാണാൻ സാധിക്കും? യൂറിയ ഉണ്ടാവും. നമ്മൾ ആഹാരം കഴിച്ച് ദഹിച്ച് അതിന് ശേഷമുള്ളതാണ് അല്ലേ. നമ്മുടെ ശരീരത്തെ കോശങ്ങളിലൊക്കെ എടുത്തതിന് ശേഷമുള്ളതാണ്, കോശങ്ങളിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബാക്കി ഭാഗങ്ങൾ. അപ്പം അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ്, ATP ഉൽപ്പാദനത്തിന് ശേഷമാണ് ഈ വേസ്റ്റ് ഇങ്ങോട്ട് വൃക്കാധമനി വഴി വൃക്കയിലേക്ക് എത്തിച്ചേരുക. അപ്പം വൃക്കാധമനി വഴി എത്തുന്ന എന്തൊക്കെ കാണുന്നുണ്ട്? യൂറിയ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ലവണങ്ങളുണ്ട്, ഓക്സിജൻ, മറ്റ് ഘടകങ്ങളുണ്ട്. ഇവയൊക്കെ അരിക്കുന്നുണ്ട് അല്ലേ. അരിച്ചതിന് ശേഷം അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതിൽ യൂറിയയും ഗ്ലൂക്കോസ്, ലവണങ്ങളും, ഓക്സിജനൊക്കെ തിരിച്ച് അതിൻ്റെ അളവ് കുറവായിരിക്കും അരിക്കൽ കഴിയുമ്പോൾ. അപ്പോൾ ഒന്ന് പഠിക്കാം. വൃക്കയിലേക്ക് രക്തം കൊടുക്കുന്ന ആരാണ്? വൃക്കാധമനിയും തിരിച്ചു കൊണ്ടുപോകുന്നത് സിരയുമാണ്. ഇനി ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുക. ഇനി വൃക്കയുടെ പ്രധാന ഭാഗങ്ങൾ അല്ല, കിഡ്നി, നമ്മുടെ മൂത്രാശയം, വിസർജന അവയവത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇല്ല, ഒരു ജോഡി കിഡ്നി വൃക്കകളുണ്ട്. നമുക്ക് 2 പാമരവത്തിൻ്റെ ആകൃതി എന്നാ പറയുക അല്ലേ. ഇനി ഇതിനകത്ത് ഡീറ്റെയിൽഡായ സ്ട്രക്ചറൊക്കെ ഇവിടെ ഉണ്ടാകും. ഇതിലെ ഭാഗമുണ്ട്, ഇതുപോലെ ഹൈലം അങ്ങനെയൊക്കെ പറഞ്ഞ ഭാഗമുണ്ട്. ഇത് 2 വൃക്കകളാണ്. പിന്നെ എന്താ പറയുക, അവിടെ നിന്നുള്ള മൂത്രനാളികളുണ്ടല്ലേ, മൂത്രനാളികളുണ്ട്. ഇത് മൂത്രാശയം ഇവിടെയുണ്ട്, മൂത്രാശയം, ഇത് മൂത്രനാളിയുണ്ട്, മൂത്രാശയമുണ്ട് അല്ലേ. മൂത്രവാഹിനി, മൂത്രാശയമുണ്ട്. മൂത്രാശയത്തിൽ വന്നിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുക. അപ്പം കിഡ്നിയിൽ നിന്ന് അത് യൂറിയ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനിയും വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന ധമനിയാണെന്ന് നമുക്കറിയാം. തിരിച്ചുകൊണ്ട് സിരയാണെന്നറിയാം അല്ലേ. ഇനി പല അസുഖങ്ങളും നമുക്ക് വൃക്ക കേടാകുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന്, വൃക്കയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണല്ലേ. എങ്ങനെയൊക്കെ വൃക്ക ചീത്തയാവാം, ആരോഗ്യം നഷ്ടപ്പെടാം. ഒന്ന്, പുകവലി, മദ്യപാനം ഉപേക്ഷിക്കേണ്ടതാണ്. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണം. ദിവസം വ്യായാമം ചെയ്യണം. അനാവശ്യ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ദിവസവും 12 ഗ്ലാസ് വെള്ളം കുടിക്കണം. കൃത്രിമ പാനീയങ്ങൾ അമിത ഉപയോഗം ഒഴിവാക്കുക.
കൃത്രിമ പാനിപയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്യാസ് പോലെ നമ്മുടെ സോഡ പോലെ വരത്തില്ലേ, നമ്മുടെ ഈ പച്ച കളറിലെ വെള്ളക്കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ നമുക്ക് ഈ ഓക്സാലിക് ആസിഡ് കൂടുതലുള്ള സാധനങ്ങളാണ്. ശരിക്കും അതാണ് കൃത്രിമ പാനീയങ്ങൾ എന്ന് പറയുക. ഓക്സാലിക് ആസിഡ് കൂടുതലടങ്ങിയ സാധനങ്ങൾ കിഡ്നിയെ ബാധിക്കാറുണ്ട്. അമിത ഉപ്പിൻ്റെ ഉപയോഗവും കിഡ്നിയെ ബാധിക്കും. അനാവശ്യ മരുന്നിൻ്റെ ഉപയോഗം അല്ലേ, ഏറ്റവും കൂടുതൽ അതിനകത്ത് അനാവശ്യ മരുന്നിൻ്റെ ഉപയോഗമാണ് ബാധിക്കുക. ഒരു അനാവശ്യ മരുന്ന് പറയുമ്പോൾ നമ്മളൊരു അസുഖം, ഒരു വലിയൊരു സർജറിക്ക് ശേഷം കുറേ അധികം ഒരേ തരത്തിലുള്ള മരുന്ന് അടിച്ച് കയറ്റുമ്പോൾ കിഡ്നി ഡാമേജ് ആവാം. പല രീതിയിലുള്ള മരുന്നല്ല, ഒരേ തരത്തിലുള്ള മരുന്ന്. ഇപ്പോൾ ഒരാളുടെ കാലൊടിഞ്ഞതിന് ശേഷം അയാൾക്ക് വൻതോതിൽ കാൽസ്യം ഗുളികകൾ കഴിക്കുന്നുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങൾ കുറേ പേർക്ക് അറിയാവുന്ന കേസാണത്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ കാൽസ്യം ഗുളികകൾ കാലൊടിഞ്ഞതിന് ശേഷം അല്ലേ, അപ്പോൾ കുറേയധികം നടക്കണമെങ്കിൽ നമുക്ക് കാൽസ്യം ഗുളികൾ കഴിച്ചേ പറ്റുള്ളൂ. പാലും അതുപോലെ മുട്ട തന്നെ പറ്റത്തില്ലെങ്കിൽ കാൽസ്യം ഗുളിക ഡോക്ടേഴ്സ് കൊടുക്കും, കൊടുക്കാൻ നിർബന്ധിതരാകും. അപ്പം അത് കഴിയുമ്പോൾ ശരിക്കും അങ്ങനെ പലരെയും കിഡ്നി സ്റ്റോൺ, കിഡ്നി ഡിസീസ് ആയിട്ടുള്ള പലരെയും എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് ഈ കാൽസ്യം ഗുളികകൾ അങ്ങനെ അതുപോലെയുള്ള മരുന്നുകളും ഹെവി ഡോസസ് നമ്മുടെ ഉറങ്ങാൻ വേണ്ടി ചെയ്യുന്ന മരുന്നുകൾ, അതൊക്കെ നമുക്ക് കിഡ്നിയെ ബാധിക്കുന്നവ. അപ്പോൾ അനാവശ്യ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഉപ്പിൻ്റെ ഉപയോഗവും കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ചെയ്യുന്ന ഒരു രീതി എന്താണ്? ഒന്ന് ഡയാലിസിസ് ആണ്, മറ്റൊന്ന് വൃക്ക മാറ്റി വയ്ക്കലുണ്ട്. ഡയാലിസിസ് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, പലരുടെ തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ഡയാലിസിസ് പറഞ്ഞാൽ ശരിക്കും സംഭവം എന്താണ്? നമ്മുടെ അസുഖം ബാധിച്ച ആൾക്ക് അല്ലെ, കിഡ്നി പ്രവർത്തനം മൂലം അവരുടെ യൂറിയ ശരിയായി മാറ്റപ്പെടുന്നില്ല. അപ്പം ആ വേസ്റ്റ് ബോഡിക്കകത്ത് കിടക്കും, പലതരത്തിലുള്ള സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ ഒഴിവാക്കുന്നുണ്ട്, അവിടെയുള്ള ബ്ലഡ് നമുക്കത് മാറ്റുന്നുണ്ട്. ബ്ലഡ് മാത്രമാണ് മാറ്റുക. ഇമ്പ്യൂറായ ബ്ലഡ് അല്ലേ, അവരുടെ ബോഡിയിലുള്ള ഇമ്പ്യൂറായ ബ്ലഡായിരിക്കും. ആ ബ്ലഡിനെ മാറ്റി ഫ്രഷ് ബ്ലഡ് അല്ലേ, ആ ബ്ലഡിന് ഫ്രഷ് ബ്ലഡ് എന്ന് വരുമ്പോൾ ഈ ബ്ലഡിനെ മാറ്റിയിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാകും അല്ലേ, ശുദ്ധീകരിക്കാൻ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിലുള്ള ബ്ലഡിൽ കാണപ്പെടുന്ന കെമിക്കൽസ്, ഇപ്പോൾ എന്താ പറയുക, അതിനകത്തുള്ള സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള അയോണിൻ്റെ ലെവലാണ് നോക്കുക. നമ്മുടെ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം, നമ്മുടെ കിഡ്നിയിൽ ഈ സോഡിയം പൊട്ടാസ്യം ലെവൽ ക്രമീകരിക്കുന്നുണ്ട്, ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നുണ്ട്. അതൊക്കെ ഡയാലിസിസ് വഴി ചെയ്യുക. ഡയാലിസിസ് വഴി പുതിയ രക്തം കയറ്റുകയല്ല അവിടെ ചെയ്യുക, പകരം എന്താ ചെയ്യുക, ഈ ഡയാലിസിസ് വഴി രക്തം വരുമ്പോൾ അതിൽ ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുക, ഈ സോഡിയം, പൊട്ടാസ്യം അല്ലെ ഗ്ലൂക്കോസ്, ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ഒക്കെ ലെവൽ, അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ ലെവൽ കൂടിയായിരിക്കും. അത് ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. അപ്പം അത് അത്രയും കിടക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് കേടാണ്. അപ്പോൾ അതിനെ നോർമൽ ലെവലിലേക്ക് ആക്കണം. അപ്പോൾ എന്താണെന്ന്, അവിടെ ഡയാലിസിസ് സെൻറ്ററിൽ അവിടെ ഒരു സാധനമുണ്ട്. അവരെന്താ ചെയ്യുക, നമ്മുടെ കിഡ്നി പോലുള്ള അരിപ്പ അല്ലേ, കിഡ്നി അരിപ്പ അതേപോലെ സാധനം, കൃത്രിമമായ ഒരു സാധനം വെച്ചിട്ട് ഇതിനെ നോർമലാക്കിയിട്ട് ഈ വേസ്റ്റ് കൂടുതലടങ്ങിയ സാധനം, അതായത് സോഡിയം പൊട്ടാസ്യം കൂടുതലടങ്ങിയ സാധനത്തെ വന്നിട്ട് അത് നോർമലായി നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ബ്ലഡിൽ കൂടി പോകാൻ പാകത്തിനുള്ളതാക്കിയിട്ട് തിരിച്ച് നമ്മുടെ രക്തക്കുഴൽ വഴി തന്നെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രക്തക്കുഴൽ വന്നിട്ട് ഈ ബ്ലഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സോഡിയം പൊട്ടാസ്യം ലവണങ്ങളും മറ്റതുപോലെ വേസ്റ്റ് പോലുള്ള സാധനങ്ങളില്ലേ, ഗ്ലൂക്കോസൊക്കെ കൂടുതലായിരിക്കും, അമിനോ ആസിഡ്സൊക്കെ കൂടുതലായിരിക്കും. അത് വന്നിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ അരിപ്പ് പോലെ കിഡ്നിക്ക് പോലെ പോലെ സാധനം വെളിയിലായിരിക്കും ഇരിക്കുക. അത് വെച്ചിട്ട് അതിൽ വഴി അരിപ്പ പ്രവർത്തനം നടത്തുന്ന സമയം വെളിയിലാണ് ഇപ്പോൾ അരിപ്പ് പ്രവർത്തനം നടത്തിയിട്ട് ഇത് ശുദ്ധമാക്കിയിട്ട് ഇത് വീണ്ടും കയ്യിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത് കൈവഴി എടുക്കുകയാണെങ്കിൽ ഇതും കയ്യിലേക്ക് വരും. ഒരു വെയിൻസിൽ കൂടെ ഇത് വരുന്നു, മറ്റൊരു വെയിൻസിൽ കൂടെ അത് പോകുന്നു. ഇത് ഇവിടെ ഇങ്ങോട്ട് വരുന്നു, മറ്റൊന്നിലേക്ക് തിരിച്ച് കയറുകയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനം മാത്രമേ വെളിയിലുള്ളവരുടെ, ബാക്കി ഈ രോഗിയുടെ കൈ ഇതാണ്, അതിലെ ധമനിയാണ് അല്ലെ രക്തക്കുള്ളിതാണ്, തിരിച്ച് മറ്റു രക്തക്കുള്ളിലേക്ക് തിരിച്ച് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇവിടെ വെച്ച് അടയ്ക്കുക ചെയ്യാം അല്ലേ, തിരിച്ച് പോകുമ്പോൾ ഈ ഭാഗം അടയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, കിഡ്നിക്ക് പകരമായി അരിക്കാൻ ഒരു സാധനം ഹോസ്പിറ്റലിലുണ്ടാവും അല്ലെങ്കിൽ ഡയാലിസിസ് സെൻ്ററിലുണ്ട്. അത് വെച്ചാണ് ഓരോ പേഷ്യൻറ്റും കിടന്ന് അവിടെ ചെയ്യുക. ചിലർ പറയുന്ന രക്തം വേറെ രക്തമാക്കിയിട്ടാൽ ഒരിക്കലും അല്ല, ഇവിടെ രക്തം വന്നിട്ട് അതിൽ ഉള്ള ഇമ്പ്യൂറായ സാധനങ്ങൾ, അശുദ്ധമായ സാധനങ്ങളെ മാറ്റിയിട്ട് പ്യുവറാക്കി ശുദ്ധമാക്കിയില്ലേ, അതായത് രക്തം ശുദ്ധമാക്കി നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കി അധികമാവാതെ ആവശ്യമുള്ളത് മാത്രമാക്കിയുള്ള പ്യുവർ ബ്ലഡാക്കി തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടുന്ന ശരീരഭാഗം അല്ല, ആ പ്രക്രിയയാണെന്ന് ഡയാലിസിസ് എന്ന് പറയുന്ന സാധനം. ഇനി മറ്റൊന്ന് പറയാൻ എന്താണ്, വൃക്ക മാറ്റിവെക്കലാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ആരോഗ്യമുള്ള ദാതാവിൽ നിന്നും വൃക്ക മാറ്റിയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും
നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വ്യക്തിക്ക് മാറ്റിവെക്കാൻ സാധ്യമാകൂ. ഓക്കെ, 18 വയസ്സുള്ള ആർക്കും ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്ക ദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റു വിസർജന അവയവങ്ങൾ അല്ലേ, ശരീരത്തിൽ വിയർപ്പിലൂടെ നമുക്ക് വിസർജനം പുറത്ത് പോകുന്നുണ്ട്. ജലമായിട്ടും സോഡിയം ഉപ്പിൻ്റെ രൂപത്തിലൊക്കെ വിയർപ്പ് പോകാറുണ്ട് അല്ലേ. വിയർപ്പ് എന്താണ്? ത്വക്കിലെ സ്വേദഗ്രന്ഥികളിലൂടെയാണ് വിയർപ്പ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായിട്ട് മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിലനിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പുരിഞ്ഞു സൂക്ഷിക്കുക, സ്പർശനം അറിയുക എന്നിവ ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ഒന്നുകൂടി, ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം ശരീരത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ഓക്കെ, ഒരു പോയിന്റ്. ശരീരത്തെ പൊരിഞ്ഞ് സൂക്ഷിക്കുക, സ്പർശനം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങളുണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. ഇനി വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ടല്ലേ. ശ്വാസകോശം, കരൾ എന്നിവയുടെ എന്തായിരിക്കണം? ശ്വാസകോശം അല്ലേ, ഓക്സിജനെ വെക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു കളയുന്നു, അതും വിസർജനമാണ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്, അത് വിസർജനമാണ്. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ആര്? കരൾ എന്ന് പറഞ്ഞാൽ രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? കരളാണ്. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നുണ്ട്. പോഷകഘടകങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ, അമിനോ ആസിഡ്സ്, അതായത് മാംസ്യം, മീൻ മറിച്ച് കഴിക്കുമ്പോഴത്തേക്കിന് അമോണിയ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നത് കരളാണ്. ഓക്കെ, അപ്പോൾ അമോണിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അമോണിയ എന്ന ബോഡിക്ക് കേടാണ്. അപ്പോൾ അതിനെ ഹാനികരമല്ലാത്ത, കുഴപ്പമില്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നത് കരളാണ്. ഇനി അപ്പോൾ അത്രയാണിത്. നെക്സ്റ്റ് നാഡീവ്യവസ്ഥയുണ്ട്. ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രം പ്രവർത്തിക്കും അല്ലേ, എല്ലാം കൂടി ഏകോപിപ്പിച്ചാണ് കൊണ്ടുപോവുക നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ. നാഡീവ്യവസ്ഥ എന്താണ്? സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ പലപ്പോഴും സഹായിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന നാഡികൾ എന്നിവ ചേർന്ന നാഡീവ്യവസ്ഥ. മസ്തിഷ്കം, തലച്ചോറ്, സുഷുമ്ന നാഡികൾ എന്നിവ ചേർന്നതാണെന്ത്? നാഡീവ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്താണ്? മസ്തിഷ്കമാണ്. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്യുന്ന എന്താണ്? നാഡീവ്യവസ്ഥയാണ്. നമ്മുടെ പല പ്രവർത്തനങ്ങളുടെയും കേന്ദ്രീകരണം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ത് തന്നെയാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട അവയവം മസ്തിഷ്കമാണ്. മസ്തിഷ്കം, സുഷുമ്നയും നാഡികളും ചേർന്നാണെന്ത്? നാഡീവ്യവസ്ഥ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്താണ്? മസ്തിഷ്കം തന്നെയാണ്. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കാം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് തലച്ചോറ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി ഇവയെല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. പിന്നീട് കമ്പ്യൂട്ടറിനെ പോലും വെല്ലുന്ന മസ്തിഷ്കം എല്ലാവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അത് ശരിയായ രീതി നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കൗമാരവും ആരോഗ്യം. അപ്പോൾ നമുക്ക് 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായ ഒട്ടേറെ സൃഷ്ടിയുള്ള കാലമാണ്. സ്വാഭാവികമായ ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വളർച്ച, പ്രവർത്തനക്ഷമത ഇതെല്ലാം ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ആൺകുട്ടിയും പെൺകുട്ടികളുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദനങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു, ജനനേന്ദ്രിയഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ഭാഗങ്ങൾ വളരുന്നുണ്ട്. ഇവിടെയും അതുതന്നെയാണ്. ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൂടുന്നു, ശബ്ദ സൗകുമാര്യം കൂടുന്നു, ബീജോൽപാദനം ആരംഭിക്കുന്നു, അണ്ടോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു. ഇനി ആർത്തവം അല്ല മെൻസ്ട്രേഷൻ എന്താണ്? എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ
ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതുതായി രൂപീകരിക്കപ്പെട്ട രക്തലോമികൾ പൊട്ടും. രക്തലോമികളും മറ്റു കലകളും ഗർഭാശയത്തിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇത് 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നൊക്കെ. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശല വയറുവേദന, ഛർദി എന്നിവ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ദേഷ്യവും ഉണ്ടാകുന്നുണ്ട്. അതായത് ആർത്തവ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള ഒരുക്കങ്ങൾ, അതായത് ഒരു അണ്ടം ഉണ്ടാകുന്നത് അല്ലേ, ഓരോ 24 അല്ലെങ്കിൽ 28 ഓരോ മാസവും അണ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രത്യുൽപാദനം ഒരു അണ്ടവും പൊമ്പീജവും യോജിച്ചെങ്കിൽ മാത്രമേ ഒരു സിക്താണ്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു 14 ഡേയ്സ് എന്ന് പറയുമ്പോൾ 1 ദിവസം, ഒരു മാസം എടുത്ത് 1-ാം മാസം 14-ാം ദിവസം ആകുമ്പോഴത്തേക്കിനും അണ്ടം അവിടെ പൂർത്തിയാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ സമയത്ത് അവിടെ ബീജസംയോഗം നടക്കുന്നില്ലെങ്കിൽ ആ അണ്ടം വേസ്റ്റാണ്. അപ്പോൾ ആ അണ്ടം അവിടെ പൂർത്തിയാകുമ്പോൾ 14th ഡേ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് അതാണ്. അപ്പോൾ ആ അണ്ടം പൂർത്തിയാകണമെങ്കിൽ ഗർഭാശയം എന്ന് പറയുമ്പോൾ ഒരു വലിയ വലുതാകുമല്ല, ഗർഭാശയത്തിൽ രക്തലോമികൾ രക്തക്കുള്ളിൻ്റെ ചെറുത് രക്തലോമികളൊക്കെ വരും. അതായത് ആ അണ്ടത്തിന് വളരാനും അല്ലെങ്കിൽ ഇനി അഥവാ സംയോജിച്ച സിക്താണ്ടം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഭ്രൂണം വളരണമെങ്കിൽ എന്ത് വേണം, പോഷകഘടകങ്ങൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്നതാണ് ലോമികളിലൂടെ പോഷകഘടകങ്ങളൊക്കെ വരാൻ തയ്യാറാവുന്നതാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഗർഭാശയം തയ്യാറെടുക്കുകയാണ്. രക്തലോമികളൊക്കെ വെച്ചിട്ട് ഈ വരാൻ പോകുന്ന ഭ്രൂണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഈ രക്തക്കുട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ തന്നെ രക്തക്കുള്ളിനകത്തൂടെ വരുന്ന ഫുഡ് വരാറുണ്ട്. അപ്പോൾ അത് പോഷകഘടകങ്ങൾ, അതാണ് രക്തലോമികൾ വഴി വരിക. അപ്പം അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഗർഭാശയം തയ്യാറാവുന്നത്, ചെറുതായിട്ടൊന്ന് തയ്യാറാവുന്നുണ്ട്. രക്തക്കുള്ളിൽ വെക്കുന്നു, സ്തരപാളികളൊക്കെ വെക്കുമ്പോൾ ഒന്ന് അവിടെ കിടക്കാൻ തയ്യാറാവും. അപ്പം ഈ ഒരു 10-14 ദിവസം കഴിയുമ്പോൾ അണ്ടം അവിടെ പൂർത്തിയാകുന്നു. ബീജസംയോഗം നടക്കുന്നില്ല. മുമ്പ് എന്താ സംഭവിക്കുക, അപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു, അവിടെ നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ അണ്ടം വേസ്റ്റായി. അപ്പോൾ രക്തലോമികൾ വരുമ്പോൾ പാകമായിരിക്കുകയാണല്ലോ അല്ലേ, 14 ദിവസം കൊണ്ട് അവിടെ പാകമായിരുന്നു. അപ്പോൾ എന്താ, ഇത് ബീജസംയോഗം നടക്കാത്ത അവസ്ഥയിലത് അത് ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടി അവിടെയുണ്ട്. അപ്പം ഈ ലോമികളൊക്കെ രക്തക്കുള്ളിൽ സ്വയം പൊട്ടുന്നു. ബാക്കി ഹോർമോൺ പ്രവർത്തനങ്ങളുണ്ട് അവിടെ. രക്തലോമികൾ പൊട്ടുമ്പോൾ അതുകൂടാതെ അതിൻ്റെ കൂടെ വരുന്ന സ്തരപാളികളും പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് യോനി വഴി പുറത്തേക്ക് അതാണ് ആ ബ്ലഡായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം വരാൻ പോകുന്ന ഒരു ഭ്രൂണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രം ഈ പോഷകങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് തയ്യാറായി വരിക. അപ്പം അവിടെ ബീജസംയോഗം നടക്കാത്ത അവസ്ഥയിൽ എന്താണെന്നുണ്ട്, അവർ ഹോർമോൺ പ്രവർത്തനമൊക്കെ വരുമ്പോഴത്തേക്കിന് അത് റപ്ചറാവും, പൊട്ടിപ്പോയി രക്തലോമികൾ പൊട്ടിയിട്ടാണ് രക്തസ്രാവം അവിടെ ഉണ്ടാകുക. അതായത് 7 ദിവസം വരെ കോൺട്രാക്ഷൻ വെച്ചിട്ട് 7 ദിവസം വരെ ഈ രക്തപ്രവാഹം ആദ്യ ദിവസങ്ങളിൽ 1-2 പ്രാവശ്യങ്ങളിൽ ചെറുതായിട്ടാണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ ഇത് കുറഞ്ഞാണ് വരിക ചെയ്യുക. അപ്പം നമ്മളതിന് ഇപ്പോൾ മെൻസ്ട്രൽ കപ്പുകളും പാടുകളും ഒക്കെ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഇത് മെൻസ്ട്രേഷൻ അതാണ്. 28 ദിവസം കൂടുമ്പോഴാണത് സാധാരണയായി സംഭവിക്കുക അല്ലേ, എന്താ പറയുക, 28 ദിവസം കൂടുമ്പോൾ സംഭവിക്കുക. അപ്പോൾ രക്തലോമികൾ പൊട്ടിയാണ് മെൻസ്ട്രേഷൻ എന്ന സംഭവം, രക്തസ്രാവം അവിടെ ഉണ്ടാവുക. ബീജസംയോഗം നടക്കാത്ത അവസ്ഥയിലാണ് രക്തസ്രാവം ഉണ്ടാവുക, മെൻസ്ട്രേഷൻ സംഭവിക്കുക. പ്രധാന പോയിൻറ്റ്സ് അതാണ്. ബീജസംയോഗം നമ്മുടെ ഗർഭാശയത്തിൽ ബീജസംയോഗം നടക്കുന്നില്ല, അപ്പോഴാണ് എന്തുണ്ടാവുക, മെൻസ്ട്രേഷൻ ഉണ്ടാവുക അല്ലേ. ഗർഭാശയത്തിൽ രക്തലോമികൾ പൊട്ടുന്നതിൻ്റെ ഫലമായാണ് നമുക്ക് രക്തസ്രാവം കാണാൻ കഴിയുന്നത്. ഈ 2 പോയിൻറ്റ്സ് നമുക്കവിടെ പഠിക്കേണ്ടത്. ആർത്തവശുചിത്വമൊക്കെ നോക്കാം. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായപ്പോഴാണ് മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാനിറ്ററി നാപ്കിൻസ്, തുണികളും ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. വൃത്തിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഓക്കെ, കൗമാരകാലത്തുള്ള ഇതും കൂടി ഇതിൻ്റെ കൂടെ വന്നേക്കാം. ആർത്തവ കാലത്ത് പെൺകുട്ടിക്ക് ശരാശരി 0.6 ലിറ്റർ രക്തമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ അനീമിക് ആവാതിരിക്കാൻ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ലൈംഗിക ചൂഷണം, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വിവിധ തലത്തിലുള്ള മാനസിക ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ഇടയിൽ വെച്ച് പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോട് സംസാരിക്കുന്ന നോക്കുന്നതിനൊക്കെ ഒഴിവാക്കുക. അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ അത് ഒഴിവായി നിൽക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവരും സ്വീകരിക്കുക. നല്ലത് പറഞ്ഞിരുന്നത് മാത്രം നല്ലത് സ്വീകരിക്കുക. സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലറൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ, എന്തെങ്കിലും മിസ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മോശം തോന്നിയാൽ അത്
തുറന്ന് പറയുക. ഒരാൾ സ്പർശിക്കുമ്പോൾ മറ്റൊരാൾ സ്പർശിച്ച് അത് നോ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. നമുക്ക് ധൈര്യം നോ പറഞ്ഞ് ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി സംസാരിച്ചാലും നോക്കിയാലും പറഞ്ഞാലും നോ എന്ന് പറയാനുള്ള ധൈര്യം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഉണ്ടായിരിക്കുന്നുള്ള. ലൈംഗിക ചൂഷണം അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ ഒരു പിക്ചർ നമുക്കുണ്ട്. ചൈൽഡ് ലൈൻ 109 നമ്മൾ ബേസിക്കല്ലേ പഠിക്കും. 1098 നൈറ്റാണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് 1098 എന്ന നമ്പർ. അത് നോക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.